ഈ മാസം 16-ന് വധശിക്ഷ നടപ്പാക്കാനിരിക്കെ യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് അമ്മ പ്രേമകുമാരി 24-നോട്. ചർച്ചകളല്ല, വധശിക്ഷ നിർത്തിവെക്കലാണ് പ്രധാനമെന്ന് ആക്ഷൻ കൗൺസിൽ പ്രതിനിധി സാമുവൽ ജെറോം പറഞ്ഞു. അത്ഭുതം സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സാമുവൽ ജെറോം 24-നോട് പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ ഇടപെടലിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് അമ്മ പ്രേമകുമാരി. സനായിൽ നിന്ന് പ്രേമകുമാരി 24-നോട് സംസാരിച്ചു. തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. പക്ഷെ ഇപ്പൊ ലാസ്റ്റത്തേതിൽ വല്ലാത്ത വിഷമത്തിലാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എന്നുള്ള ഒരു ഇത് ഞാനും തന്നെ 2 ദിവസം 3 ദിവസം ഞാൻ അറിഞ്ഞില്ല. എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോ 16-17 കാലഘട്ടം മുതൽ ഇന്നവരെയും അവിടെ അവൾക്ക് ഇന്നവരെയും അവളെ ഇത്രയും കാത്തുപരിപാലിച്ച ഒരു ദൈവത്തിന് എന്തോ ഒരു പദ്ധതിയുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നയാളാണ്. തീർച്ചയായിട്ടും ഞാനിവിടെ ഇരുന്നത് തന്നെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിമിഷനെയും കൊണ്ട് നാട്ടിലേക്ക് ചെല്ലണം എന്നുള്ള ഒരു ആഗ്രഹം വെച്ചുകൊണ്ടാണ്. യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ കാണാനുള്ള ശ്രമത്തിലാണ് പ്രേമകുമാരി. നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാനുള്ള എല്ലാ വഴികളും തേടുകയാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അംഗം സാമുവൽ ജെറോം. Since 2017, I have taken up this case and I have always been optimistic. But today, I am more optimistic. So you need to read between the lines. തലാലിന്റെ കുടുംബവുമായി നേരിട്ട് പലതവണ സംസാരിച്ചെന്ന് സാമുവൽ ജെറോം പറഞ്ഞു. അടിയന്തരമായി സംസ്ഥാന മന്ത്രിതല സംഘം പ്രധാനമന്ത്രിയെ കാണണമെന്ന് KC വേണുഗോപാൽ MP ആവശ്യപ്പെട്ടു. വിഷയത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അപ്പോൾ ഇനി 4 ദിവസം മാത്രമേ ഉള്ളൂ അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ തീരുമാനമെടുക്കാൻ. ഒട്ടും വൈകാതെ നയതന്ത്രതലത്തിൽ സാധാരണ നയതന്ത്ര മാർഗങ്ങൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമമായിട്ട് ഇതിനെ കണ്ട് പ്രധാനമന്ത്രി ഇതിനകത്ത് ഇടപെടണം. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തിങ്കളാഴ്ച സുപ്രീംകോടതി പരിഗണിക്കും. കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് സ്ഥിതിവിവര റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് 24.